ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുലും അർച്ചനയും ഗൗരിമോളും പാർക്കിലേക്ക് അവിടെ അടുത്തുള്ള ആ വലിയൊരു റെസ്റ്റോറൻറ്റിലേക്കും കൂടി എത്തുന്ന ആ കാഴ്ച കണ്ട് ശശി അവിടെ ഒരു ഓട്ടം വന്നതും തൻ്റെ പാസഞ്ചറെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് അർച്ചന ആ കാറിൽ വരുന്ന കാഴ്ച ശശി കണ്ടത്. കുറച്ചു നേരത്തേക്ക് ശശി അവരെവിടേക്കാണ് പോകുന്നതെന്ന് ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് അവർ വന്നതെന്ന് മനസ്സിലാക്കിയ ശശി വേഗം തന്നെ തൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വേഗം തന്നെ സച്ചി ആ റെസ്റ്റോറൻറ്റിനരികിലേക്ക് ഓടിയെത്തുന്നു. അർച്ചനയും ഗൗരിമോളും ഗോകുലും കൂടി അതിനകത്തേക്ക് കയറി പോകുമ്പോൾ സച്ചിയുടെ മുന്നിൽ ഗൗരിമോളും അർച്ചനയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഗൗരിമോള് ഗോകുലിനെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ സച്ചി തൻ്റെ കുഞ്ഞാണെന്നുള്ള ധാരണയിൽ ഗൗരിമോളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ നിമിഷം സച്ചിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അർച്ചന പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കൈക്കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് കിട്ടിയ ആദ്യത്തെ നിമിഷങ്ങൾ ഓരോന്നുമായിരുന്നു. അതെല്ലാം ഓർത്ത് സച്ചി വളരെ വേദനയോടെ ആ ഓർമ്മകളിലൂടെ സച്ചിയുടെ മനസ്സ് കടന്നു പോകുമ്പോൾ വളരെ വെപ്രാളപ്പെട്ട് സച്ചി അവർക്കരികിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി സച്ചിയെ പിടിച്ചു നിർത്തി. അതെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വരത്തില്ല, വേഗം വേഗം വണ്ടി എടുത്തുകൊണ്ട് പോടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് ആ സെക്യൂരിറ്റി ബഹളം വെക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ പോകാം എന്ന് പറയുമ്പോഴേക്കും വേഗം ഡോറ് തുറന്നു കൊടുത്ത് സച്ചിയെ അയാൾ നിർബന്ധമായി ആ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുന്നു. സച്ചിയെ കാറിനുള്ളിലേക്ക് കയറുമ്പോഴാണ് അർച്ചന എന്തോ ഒരു സംശയത്തോടെ പിന്തിരിഞ്ഞ് നോക്കുന്നത്. സെക്യൂരിറ്റി വണ്ടിയുടെ ഡോറടച്ച് അവിടെ നിന്ന് പോകുമ്പോഴേക്കും അർച്ചന എന്തോ ഞെട്ടലോടെ പിന്തിരിഞ്ഞ് നോക്കുന്നത് കണ്ട് ഗോകുലു ചോദിച്ചു, എടോ എന്താടോ താനെന്താ നോക്കുന്നത് എന്ന് ചോദിച്ചിട്ടും ഒന്നുമില്ല എന്ന് അർച്ചന പറഞ്ഞതും എന്നാ വാ എന്ന് പറഞ്ഞ് സച്ചി ഗോകുൽ അർച്ചനയെ വിളിച്ചതും ശരി പോകാമെന്ന് പറഞ്ഞ് അർച്ചന ഗോകുലിന്റെയും മോളുടെയും ഒപ്പം തന്നെ അകത്തേക്ക് കയറി പോകണം. അങ്ങനെ റെസ്റ്റോറൻറ്റിലരികിലെത്തി അവിടെ നേരത്തെ തന്നെ ഗോകുല് ബുക്ക് ചെയ്ത ആ ടേബിളിനെ കുറിച്ച് അന്വേഷിച്ചു. ഗോകുല് തന്നെ പരിചയപ്പെടുത്തി ആ ടേബിൾ ചോദിച്ചപ്പോഴേക്കും വേഗം തന്നെ മാനേജർ അവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് അവിടെയാണ് സർ, അവിടെയാകുമ്പം കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് സർ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവരവിടേക്ക് എത്തിയതും ഉടനെ എന്താണ് സർ, വെൽക്കം ഡ്രിങ്ക് വേണോ ആദ്യം, അതോ എന്തെങ്കിലും ഫുഡാണോ എന്ന് ചോദിച്ചു. ഉടനെ ഗൗരിമോൾ പറഞ്ഞു, ആദ്യം വെൽക്കം ഡ്രിങ്ക് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡിനെ കുറിച്ച് ഞങ്ങൾ പറയാം എന്നറിയിച്ചു. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഗൗരിമോൾ വേഗം തന്നെ അവിടെ വന്ന് ഓടി വന്ന് നോക്കുമ്പോഴേക്കും അതിനപ്പുറത്തായി കുട്ടികൾക്ക് കളിക്കുവാനായിട്ടുള്ള കുറേ കുറേയേറെ സ്പേസ് ഉള്ളതും അവിടെ ഊഞ്ഞാലാടുകയും അങ്ങനെ അങ്ങനെ കുറെ റൈഡുകളും ഒക്കെ ഗൗരിമോള് കണ്ടു. ഉടനെ ഓടി വന്ന് ജനലിനരികിൽ നിന്ന് ഗൗരിമോള് വിളിച്ചു പറഞ്ഞു, അമ്മേ ഇതാ അങ്ങോട്ട് നോക്കിയേ, അതുകൊണ്ടോ അവിടെ ഊഞ്ഞാലുണ്ട്, നമുക്കൊന്ന് പോയി ആടിയാലോ എന്ന് ചോദിച്ചതും ഉടനെ ഗൗരിമോളോട് അർച്ചന പറഞ്ഞു, ഇപ്പൊ പോണോ മോളെ എന്ന് ചോദിച്ചതും പോണോ അമ്മേ, ഇപ്പൊ തന്നെ പോണം. ഉടനെ ഗോകുല് പറഞ്ഞു, എടോ ചെല്ലടോ, എന്തായാലും മോളുടെ ഒരു ആഗ്രഹമല്ലേ, നമ്മളിപ്പോ ഇങ്ങോട്ട് പോകുന്നത് തന്നെ അതിനു വേണ്ടിയല്ലേ, അതുപോലെ സമയം ധാരാളം ഉണ്ടല്ലോ, ചെല്ല്, മോളുടെ ആവശ്യമല്ലേ എന്ന് പറഞ്ഞപ്പോ മോളുടെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കണോ എന്ന് പറഞ്ഞു. ശരി എന്നാ വാ, മോൾക്ക് ഊഞ്ഞാലാടാനാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ഗൗരിമോളോടൊപ്പം പോകാമെന്ന് സമ്മതിച്ചു. ഉടനെ അർച്ചനയോട് ഗൗരിമോള് പറഞ്ഞു, ഞാൻ മാത്രമല്ല അമ്മയും ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞ് ഗൗരിമോള് വേഗം അവിടെ നിന്ന് ഓടിയതും ഗോകുലിനോട് വരാനായി അർച്ചന പറഞ്ഞപ്പോ എടോ ചെല്ലടോ അങ്ങോട്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഗോകുല് അർച്ചനയും മോളെ അവിടെ പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും കൂടി അവിടേക്ക് പോകുമ്പോൾ സച്ചി അതുവഴി അവരെ നോക്കി അതിന്റെ സൈഡിലൂടെ നടന്നു വരികയായിരുന്നു. അങ്ങ് ആ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ അവർ തന്നെ ഒരു ചെറിയൊരു പാർക്ക് കൂടി സെറ്റ് ചെയ്തിരുന്നുകൊണ്ട് കുട്ടികൾക്കെല്ലാം അത് കൂടുതൽ ഇഷ്ടവും താല്പര്യവുമുള്ള ഇടമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഓടിയെത്തി അവിടുത്തെ ആ റൈഡുകളും അതിലെ ഊഞ്ഞാലിലേക്ക് വേഗം ഗൗരിമോൾ ഓടി വന്നിരുന്നു. അമ്മ ഒന്ന് വേഗം വന്ന് ഒന്ന് ആട്ടിക്ക് തന്നെ, അങ്ങ് പൊക്കി ആട്ടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒത്തിരി പൊക്കിയൊന്നും ആട്ടുന്നില്ല, വീഴും എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, എനിക്ക് നന്നായിട്ട് ആടണം എന്ന് പറഞ്ഞ് ഗൗരി ബഹളം ഉണ്ടാക്കി. ശരി ആട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന മോളെ ഊഞ്ഞാലിലാട്ടി. വളരെ സ്പീഡ് കുറച്ച് അർച്ചന അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഗൗരി മോളെയും അർച്ചനയും ദൂരെ നിന്ന് സച്ചി അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. തൻ്റെ കുഞ്ഞ് ഇത്രയും നാളായിട്ടും തനിക്ക് തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ സാധിച്ചില്ലല്ലോ എന്ന വേദനയായിരുന്നു സച്ചിയുടെ മനസ്സിലാകെ. അപ്പോഴേക്കും ഗൂഗിളും അപ്പുറത്ത് മാറി നിന്ന് അർച്ചനയും മോളും ആ ഊഞ്ഞാലിൽ ഇരിക്കുന്നതും അർച്ചന മോളെ ഊഞ്ഞാലാട്ടുന്നു ഒക്കെ കാഴ്ചകൾ കണ്ട് ഗോകുലും സന്തോഷിച്ചു. സച്ചി ഈ നിമിഷത്തിൽ തനിക്ക് അർച്ചനയ്ക്കരികിലേക്ക് ചെല്ലാനുള്ള ഒരു തോന്നൽ സച്ചിയുടെ മനസ്സിൽ തോന്നി. സച്ചി വേഗം തന്നെ ആ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങും അങ്ങനെ നെല്ലിശ്ശേരി വീട്ടിൽ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നടന്ന ആഘോഷങ്ങളും ഒക്കെ ആലോചിച്ച് സച്ചി വളരെ സന്തോഷപൂർവ്വം അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അർച്ചനയുടെ അരികിലേക്ക് ഗോകുൽ നടന്നു വരുന്നത് സച്ചി കണ്ടു. സച്ചി
അർച്ചനയുടെയും മോളുടെ അരികിലേക്ക് പോകാനായിട്ട് കാലെടുത്ത് വെച്ചപ്പോഴാണ് ഗോകുൽ അവിടേക്ക് വരുന്ന കാഴ്ച സച്ചി കണ്ടത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം സച്ചി അവിടെ നിന്ന് പിന്മാറി നിൽക്കുന്നു. പിന്നീട് ഗോകുൽ നേരെ ഗൗരിമോളുടെ അരികിലേക്ക് വന്നതും ഗൗരിമോള് പറഞ്ഞു, അച്ഛാ എന്നെ ഒന്ന് സ്പീഡിൽ ആട്ടിക്കേ, അമ്മയ്ക്ക് പേടിയാ, എന്നെ ഒന്ന് പൊക്കി ആട്ടാൻ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഗൗരിമോള് പരിഭവം പറയുമ്പോൾ ഗോകുൽ പറഞ്ഞു, അതിനെന്താ അച്ഛൻ ആട്ടിത്തരാലോ എന്ന് പറഞ്ഞ് ഗൗരിമോളെ ഗോകുൽ ആട്ടാനായിട്ടിറങ്ങി. അപ്പോഴേക്കും അർച്ചന വിലക്കുന്നു. ഏയ് അത് വേണ്ട ഗോകുൽ എന്ന് പറഞ്ഞു. എടോ ഞാനല്ലേ എന്ന് പറഞ്ഞ് ഗോകുല് അർച്ചന പറഞ്ഞത് അർച്ചനയുടെ പേടി മാറ്റിക്കൊണ്ട് ഗോകുൽ ഗൗരിമോൾ ആവശ്യപ്പെട്ടതുപോലെ സ്പീഡിൽ ആട്ടാനായി തയ്യാറായി. അങ്ങനെ ഗോകുൽ തന്നെ ഗൗരിമോളെ സ്പീഡിൽ അങ്ങനെ ആട്ടുന്നു. അതിനുശേഷം സച്ചി അപ്പോഴേക്കും ആ നിമിഷം സച്ചിയും അർച്ചനയും ഒരുമിച്ച് ഗൗരിമോളെ അങ്ങനെ ഊഞ്ഞാലിലാട്ടുന്ന ദൃശ്യം സച്ചിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അപ്പോഴേക്കും അർച്ചന പരിഭവത്തോടെ സച്ചിയോട്, വേണ്ട സച്ചിയേട്ടാ മോള് വീഴുമെന്നൊക്കെ പരിഭവം പറയുമ്പോൾ, എടോ ഞാനല്ലേ മോളെ ആട്ടുന്നത്, താൻ എന്തിനാ പേടിക്കുന്നത്, ഞാനല്ലേ കൂടെയുള്ളത് എന്നൊക്കെ സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നതുമൊക്കെ സച്ചി ഓർക്കുകയാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് സച്ചി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗോകുലിനോട് അർച്ചന ചോദിക്കുന്നത്, അല്ല ഇന്നെന്താ ഇങ്ങനെയൊരു ഔട്ടിങ്ങിന് പോകാമെന്നൊക്കെ തീരുമാനിച്ചത് എന്താ ഗോകുൽ എന്ന് ചോദിച്ചപ്പോൾ ഗോകുൽ മനസ്സിൽ ചിന്തിച്ചു, എടോ ഇനി ഇങ്ങനെയുള്ള നിമിഷങ്ങൾ എൻ്റെ മോളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപൂർവമായിരിക്കും. കാരണം ഇനി എത്ര നാൾ താൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ, എപ്പോഴാണ് താൻ മടങ്ങി പോവുക എന്ന്. അതുകൊണ്ട് കിട്ടുന്ന ഇതുപോലുള്ള അവസരങ്ങൾ ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കത്തക്ക രീതിയിൽ അതെന്നും അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നത് പോലെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും എൻജോയ് ചെയ്യുക. അതാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കും മോൾക്കും ഇനി അതിനല്ലേ ആഗ്രഹിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോഴേക്കും അർച്ചന ചോദിച്ചു, എന്താ ഗോകുൽ എന്താ ഒന്നും പറയാത്തത്? അപ്പോഴേക്കും ഗോകുൽ ഒന്നും മിണ്ടാതിരുന്നപ്പോഴേക്കും ഉടനെ അർച്ചന ചോദിച്ചു, എന്തു പറ്റി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോ, അതെ അതെന്താണെന്ന് മോള് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല. ഇന്ന് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞത്. അത് എന്താ സർപ്രൈസ് എന്നത് ഇവക്ക് മാത്രം അറിയൂ എന്ന് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, എന്താ മോളെ എന്താ സർപ്രൈസ്? അതൊക്കെ പിന്നെ പറയാം, എന്തായാലും സർപ്രൈസിനായിട്ട് വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഗൗരിമോള് ചാടി എഴുന്നേറ്റു. അതെ ഇനി അമ്മ വന്നിരുന്ന് ആടിക്കേ എന്ന് പറഞ്ഞ് ഗൗരി നിർബന്ധപൂർവ്വം അർച്ചനയെ ഊഞ്ഞാലിരുത്തുന്നു. എന്നിട്ട് ഗൗരി ആട്ടാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഗോകുലിനോട് പറഞ്ഞു, അച്ഛനോട് വന്നേ, ഞാൻ തന്നെ ആട്ടിയാലൊന്നും അമ്മയെ ആട്ടാൻ കഴിയില്ല, അമ്മയ്ക്ക് നല്ല വെയിറ്റാ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഗോകുൽ തന്നെ അർച്ചനെ ഊഞ്ഞാലിലാട്ടി. അതിനുശേഷം അർച്ചന ഊഞ്ഞാലാടി മതിയായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഗോകുലിനെ പിടിച്ചിരുത്തുകയാണ് ഗൗരിമോള്. ഇനി അച്ഛൻ കയറിക്കേ എന്ന് പറഞ്ഞു. അന്നേരം ഗോകുൽ കയറി അവിടെ ഇരുന്നതും ഗോകുലിനെ തന്നെ ആട്ടാനായിട്ട് ഗൗരിമോള് ശ്രമിച്ചിട്ടും സാധിക്കാതെ പോയി. അപ്പോഴേക്കും ഗോകുലിനോട് ഗൗരിമോള് പറഞ്ഞു, അതെ അമ്മ ഇങ്ങ് വന്നേ, അമ്മയും കൂടെ എന്നെ സഹായിച്ചേ, അച്ഛനും നല്ല വെയിറ്റാ എന്ന് പറഞ്ഞ് ഗോകുലിനെ ആ ഊഞ്ഞാലിരുത്തി ആട്ടാനായി ഗൗരിമോള് അർച്ചനയുടെ സഹായം തേടുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി ആ നിമിഷം വല്ലാതെ സന്തോഷിക്കുന്ന കാഴ്ച കണ്ട് വേദനയുടെ അപ്പുറത്ത് മാറി നിന്ന് നോക്കുകയാണ് സച്ചി. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളൊക്കെ തനിക്ക് നഷ്ടമായി പോയല്ലോ, തനിക്ക് ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ എന്ന വേദന സച്ചിയുടെ മനസ്സിനെ അലട്ടി. അങ്ങനെ സങ്കടത്തോടെ സച്ചി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആ വെയിറ്റർ എത്തുന്നത്. സാറേ എന്താ വേണ്ടത്, വെൽക്കം ഡ്രിങ്ക് എടുക്കട്ടെ ഇവിടേക്ക് എന്ന് ചോദിച്ചിട്ടും എടുക്കണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് ഗോകുൽ മറുപടി പറയുമ്പോഴേക്കും പെട്ടെന്ന് ഗൗരിമോള് പറഞ്ഞു, അല്ലെങ്കിൽ എടുത്തോ, ഞങ്ങൾ ഫുഡ് അവിടെ വന്ന് എടുത്തോളാം എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്ന് നിൽക്കുന്നത്. അവന്തികയും ചിപ്പിമോളും കൂടി ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുന്നു. അർച്ചനയും ഗോകുലും ഗൗരിമോളും കൂടി ഊഞ്ഞാലാടലൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് അവർ അകത്തേക്ക് കയറി വരുന്ന കാഴ്ച കണ്ടത്. ഉടനെ ചിപ്പിമോളും അവന്തികയും കൂടി വരുന്നത് കണ്ടപ്പോഴേക്കും അടുത്ത് നിന്ന് ഗോകുലിന്റെ അരികിലേക്ക് എത്തിയ ആ വെയിറ്റർ പറഞ്ഞു, സാറേ വെൽക്കം ഡ്രിങ്ക് എടുക്കുവാണേ എന്ന് പറഞ്ഞപ്പോ എന്താ ഫുഡ് വേണ്ടെന്ന് സാറ് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും ഗോകുൽ പറഞ്ഞു, അതെ മോൾ എന്തോ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്, ആ സർപ്രൈസ് എന്താന്ന് ഇതുവരെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ചിപ്പിമോളും അവന്തികയും വരുന്ന കാഴ്ച കണ്ടതോടെ വേഗം അവിടെ നിന്ന് ഗൗരിമോൾ വിളിച്ചു പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവന്തികയും മോളും കൂടി അരികിലേക്ക് എത്തി. അർച്ചനയും ഗോകുലും അതിശയത്തോടെ അവരെ നോക്കുമ്പോഴേക്കും അരികിലേക്ക് എത്തിയ അവന്തിക ചോദിച്ചു, മക്കൾ ഒരുക്കിയ സർപ്രൈസ് വല്ലാത്തൊരു ഞെട്ടൽ തന്നെയാക്കിയല്ലേ എന്ന് ചോദിച്ചപ്പോ, അത്ര വലുതായിട്ട് ഞെട്ടിയൊന്നുമില്ല, ഇനി ഈ സർപ്രൈസുകൾ വരാനിരിക്കുന്നല്ലേ ഉള്ളൂ അവന്തിക എന്നതായിരുന്നു അർച്ചനയുടെ മറുപടി. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല കുട്ടികൾ ഇതുപോലെയുള്ള എന്തെല്ലാം സർപ്രൈസുകളാണ് ഇനി നമുക്കായി ഒരുക്കി വെക്കുക, അത് പറയുകയായിരുന്നു എന്ന് പറഞ്ഞതും അത് ശരിയെന്ന് പറഞ്ഞ് വേഗം അർച്ചനയും ഗോകുലും കൂടി ടേബിളിന് അരികിലേക്ക് ചെന്നു. അവിടെ ചെന്നിരുന്നതും എന്നാ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവന്തികയോട്
അവന്തിക ഗോകുലിനോട് പറഞ്ഞത്. എന്തായാലും ഇതിപ്പം നമ്മൾക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗതറായി മാറിയല്ലോ. ഇത് എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞൊരു ദിവസമാ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ രണ്ടുപേരും കൂടി കളിക്കാനായിട്ട് അവിടേക്ക് ഓടി. ഉടനെ ഗോകുൽ ചോദിച്ചു, അതെ ഗൗരിമോൾ ഞങ്ങളോട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് അവന്തികയും ചിപ്പിമോളും ആണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ല എന്നറിയിച്ചപ്പോൾ അവിടേക്ക് സച്ചി ഹസനിന്റെ പിന്നാലെ ആ ഡോറിനരികിൽ വന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ഉടനെ അവന്തിക പറഞ്ഞു, ഓ അല്ല എന്തുപറ്റി സമ്പ്രദ? സമ്പ്രദ നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലോ. എന്താ സമ്പ്രദ? സമ്പ്രദയുടെ അന്നത്തെ ദമ്പതി പൂജയൊക്കെ ഭംഗിയായി പൂർത്തിയായില്ലേ? എന്തൊക്കെയുണ്ട് ഇനിയുള്ള വിശേഷങ്ങള്? സന്തോഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അർച്ചന മനസ്സിലങ്ങനെ പറഞ്ഞു, അവന്തികെ നിനക്കുള്ള സർപ്രൈസും നിനക്ക് സന്തോഷിക്കാനുള്ള വകയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, പിന്നാലെ വരും എന്ന് മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ എന്തായാലും ഇങ്ങനെ നിങ്ങളെപ്പോഴും ഹാപ്പിയായി നടക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. കാരണം സത്യത്തിൽ ഞാൻ പലരോടും പറയാറുണ്ട്, കപ്പിൾസ് ആയാൽ നിങ്ങളെപ്പോലെ വേണമെന്ന്. എപ്പോഴും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും ഒരു മാതൃകയായിട്ട് കാണാൻ തന്നെ കഴിയും. ഇത്രത്തോളം ഭാര്യയെ കെയർ ചെയ്യുന്ന, ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡ് വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം അപ്പുറത്ത് മാറുക എന്ന് സച്ചി പറഞ്ഞു. നീ ഞാൻ എൻ്റെ അർച്ചനെ എങ്ങനെയാ കൊണ്ടു നടന്നിരുന്നെന്ന് നിനക്കറിയില്ലേ അവന്തികെ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അർച്ചന നിന്റെ ജീവിതം ഇല്ലാതാക്കിയ അവളുടെ കരണത്ത് നോക്ക്, ഒരടി വെച്ച് കൊടുക്കേണ്ട അർച്ചന എന്നൊക്കെ ശശി മനസ്സിലങ്ങനെ വേദനയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഗോകുലിനോട് അവന്തിക ചോദിച്ചു, അല്ല ഗോകുൽ, എന്താണ് ഇന്ന് ഇവിടേക്ക് ഇങ്ങനെ ഒരു ഔട്ടിങ്ങിനെ പ്ലാൻ ചെയ്തപ്പോ അമ്മയും ശിശിരയും ഒന്നും കൂടെ കൂട്ടാതിരുന്നത് എന്ന് ചോദിച്ചപ്പം, അതെ അമ്മയെ വിളിച്ചതാ, അമ്മയ്ക്ക് പിന്നെ ഇത്തരം ട്രിപ്പുകളോടൊന്നും താല്പര്യമില്ല. പിന്നെ ശിശിര വരുമായിരുന്നു. എന്നാ രാജീവ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ശിശിര വീട്ടിലുണ്ടാവണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും. അതുകൊണ്ടാണ് ശിശിരയെ കൂട്ടാതിരുന്നത്. ഉടനെ ഇത് കേട്ട് നവന്തിക പറഞ്ഞു, എന്തായാലും കൊള്ളാം, ഇങ്ങനെയൊക്കെയുള്ള ഔട്ടിങ്ങിന് ഇറങ്ങുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും മാത്രമാവുന്നതാ എന്തുകൊണ്ടും നല്ലത്. അതാകുമ്പോഴത്തേക്ക് എന്തുകൊണ്ടും ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവന്തിക അർച്ചനയോട് ചോദിച്ചത്, അല്ല ദമ്പതി പൂജയ്ക്ക് ശേഷം എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ സമ്പ്രദായം? ഉടനെ ഗൗരിമോൾക്ക് ഒരു കൂട്ടായിട്ട് ആരെങ്കിലും എത്തുവോ എന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാതെ അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗോകുല് ചോദിച്ചു, എന്നാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചത്. കുട്ടികളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഗോകുല് വേഗം ആ ടേബിളിനടുത്തേക്ക് പോയി. അപ്പോഴേക്കും അവിടെ ഊഞ്ഞാലിലാടിക്കൊണ്ടിരിക്കുന്ന ചിപ്പിമോളെയും ഗൗരിമോളെയും നോക്കിയിട്ട് അർച്ചന പറഞ്ഞു, ഗൗരിമോളെ ചിപ്പിമോളെയും കൂട്ടി വേഗം വാ, ഫുഡ് കഴിക്കാൻ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും കൂടി വരുമ്പോൾ അർച്ചന രൂക്ഷമായ അവന്തികയെ ഒന്ന് നോക്കി. അതിനുശേഷം അവന്തിക പോയതിന് പിന്നാലെ അർച്ചന അവിടേക്ക് പോകുമ്പോഴേക്കും സച്ചിക്ക് വല്ലാത്ത ടെൻഷനായി. ഈശ്വര, ഈ അവന്തികയെ കണ്ടിട്ട് പോലും എന്തുകൊണ്ടാണ് അർച്ചനയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്? ശരിക്കും അവളുടെ ജീവിതം ഇല്ലാതാക്കിയവള് ഇപ്പോ എങ്ങനെയാണ് ഇത്ര സൗഹൃദത്തോടെ അർച്ചനയ്ക്കൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ സംശയപ്പെട്ടിങ്ങനെ ആലോചിക്കുമ്പോൾ ടേബിളിനടുത്ത് വന്നിരിക്കുന്ന അർച്ചന മറ്റൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരുന്നു. മെനു കയ്യിൽ കിട്ടിയപ്പോൾ കുട്ടികൾ അവർക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുമ്പോഴേക്കും ഗോകുലും അർച്ചനയും കൂടി എന്ത് വേണമെന്നാ നോക്കി. അപ്പോഴേക്കും ഗോകുൽ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് അർച്ചനയോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, എനിക്ക് ചപ്പാത്തിയും എന്തെങ്കിലും വെജിറ്റബിൾ കറിയും മതിയെന്ന് പറഞ്ഞു. അത് കേട്ടതും ഗോകുല് പറഞ്ഞു, അതെങ്ങനെയാടോ, അത് എപ്പോഴും വീട്ടിൽ കഴിക്കുന്നതല്ലേ, വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എടുക്കടോ എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന അതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, അതെ തനിക്ക് ഞാൻ തന്നെ ഓർഡർ ചെയ്യാം, തൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ അപ്പുറത്ത് മാറിയിരിക്കണമെന്ന് അറിയാറേ ഗോകുല് വേഗം അർച്ചനയ്ക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യുന്നു. മാത്രമല്ല ഇയാൾക്ക് എരിവധികം പാടില്ല. ഇയാൾക്ക് എരിവ് കണ്ടു കഴിഞ്ഞാലേ അപ്പോൾ തന്നെ ഇയാളുടെ കണ്ണ് നിറയാൻ തുടങ്ങും, അതാണ് ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുല് വേഗം തന്നെ അർച്ചനയ്ക്ക് വേണ്ട ഫുഡ് എന്താണെന്ന് അവിടെ ഓർഡർ ചെയ്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തിക പറഞ്ഞു, എന്തായാലും ഇതുപോലെ പാർട്ട്ണറെ കെയർ ചെയ്യുന്ന ഒരാള് കൂടെ ഉണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇങ്ങനെയായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരായാല് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോകുൽ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അർച്ചനെ അവന്തികയുടെ ആ കോംപ്ലിമെന്റിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ നിന്നു. ആദ്യം ഇത്രയൊക്കെ മതി, ഓർഡർ എല്ലാം കൊടുത്തിട്ട് ആദ്യം ഇതെടുക്ക്, അതിനുശേഷം ബാക്കി പറയാമെന്ന് പറഞ്ഞ് ഗോകുല് വെയിറ്ററെ പറഞ്ഞയച്ചു. സച്ചി അതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗോകുല് പറഞ്ഞു, ഇവിടെ ഭക്ഷണം എരിവെങ്ങാനും കുറച്ച് കൂടുതൽ ഭക്ഷണത്തിൽ ഉണ്ടായാൽ ഇവിടെ ഒരാളുടെ കണ്ണ് നിറയും, വെള്ളം കൂടി കൂടുകയും ചെയ്യും. അപ്പോഴേക്കും അവന്തിക മനസ്സിൽ പറഞ്ഞു, എനിക്കറിഞ്ഞൂടെ ഇവളുടെ ഇഷ്ടാനിഷ്ടങ്ങളും സ്വഭാവങ്ങളും ഒക്കെ, എനിക്കറിയാവുന്നിടത്തോളം വേറെ ആർക്കെങ്കിലും അറിയാവോ എന്ന് അവന്തിക മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ നോക്കുമ്പോൾ അർച്ചന ആകെ ദേഷ്യത്തോടെ തന്നെ അവന്തികയെ നോക്കി. ഉടനെ അവന്തിക പറഞ്ഞു, അതെ എന്തായാലും കൊള്ളാം,
ഗോകുൽ. ഗോകുൽ ഇത്രത്തോളം സമൃദ്ധയെ കെയർ ചെയ്യുന്നുണ്ടല്ലോ. ഗോകുൽ, യു ആർ എ സച്ച് എ നൈസ് പേഴ്സൺ എന്ന് പറഞ്ഞതും താങ്ക് യു എന്ന് പറഞ്ഞ് ഗോകുൽ സന്തോഷത്തോടെ അവിടെ ഇരുന്നു. ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ ശശി ആ ടേബിളിലിരുന്ന വെള്ളം എടുത്ത് കുടിക്കുന്നു. തൻ്റെ അർച്ചനയെക്കുറിച്ചും തൻ്റെ ഭാര്യയാണ് അർച്ചന എന്നുള്ള സത്യം അറിയാമായിരുന്നിട്ട് കൂടി അത് മറച്ചു വെച്ച് അവന്തിക അവർക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ശശിക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെയാണ് അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതെന്നും ഇതൊന്നും അർച്ചന എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ ഓർത്ത് വേദനയോടെ ശശി അങ്ങ് നോക്കിയിരിക്കുമ്പോഴേക്കും അവിടെ അവർക്ക് കഴിക്കുവാനുള്ള ഫുഡ് വെയിറ്റർ കൊണ്ടുവന്ന് വെച്ചു. ആ ഫുഡ് അരികിലേക്ക് വന്നതും ഉടനെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരെടുത്തു. ഉടനെ അടുത്തിരുന്ന കുട്ടികൾ രണ്ടുപേരും വേഗം തന്നെ അർച്ചനയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി. ഗൗരിമോള് വന്നിട്ട് പറഞ്ഞു, അതെ, ഇന്ന് എനിക്ക് അമ്മ വാരി തന്നാൽ മതി. അപ്പോഴേക്കും തൊട്ട് പിന്നാലെ ചിപ്പിമോള് ഓടിയെത്തി, ഇന്ന് എനിക്ക് ആന്റി വാരി തന്നാൽ മതി. അങ്ങനെ കുട്ടികൾ രണ്ടുപേരും ബഹളമായി. ഉടനെ ആ അടുത്ത് നിന്ന് അവന്തിക പറഞ്ഞു, ചിപ്പിമോളെ വേണ്ട, സമൃദ്ധ ആന്റിയെ വെറുതെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ വന്നിരുന്നേ എന്ന് പറഞ്ഞതും, ഇല്ല, ഇന്ന് ഞാൻ വന്ന് തന്നെ ആന്റിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനാണ് എന്ന് പറഞ്ഞു. ആന്റിയുടെ കൈ കൊണ്ട് വാരി തിന്നാനാണെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയെ ബഹളം വെക്കേണ്ടെന്നും താൻ കുട്ടികൾക്ക് കൊടുത്തോളാമെന്ന് അർച്ചന ഉറപ്പ് നൽകി. അങ്ങനെ കുട്ടികൾക്ക് അർച്ചന ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന അവന്തിക പറഞ്ഞു, അതെ, ഇവിടെ കുട്ടികൾക്ക് അർച്ചന വാരി കൊടുക്കുന്നു. ഇനിയിപ്പോ ഇത് കണ്ടിരിക്കുന്ന ഗോകുലിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നാ തോന്നുന്നത്. കണ്ടില്ലേ ഗോകുല് ഒന്നും മിണ്ടാതിരിക്കുന്നത്. അർച്ചന ഉടനെ ആകെ ദേഷ്യത്തോടെ അവന്തികയെ നോക്കുമ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ, സമൃദ്ധ കൂടി ഗോകുലിന് വാരി കൊടുത്തേ. സമൃദ്ധയും കുട്ടികൾക്ക് മാത്രം വാരി കൊടുക്കാതെ ഗോകുലിന് കൂടി കൊടുക്ക്, അതല്ലേ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഗോകുല് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗോകുല് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവന്തിക ഇങ്ങനെ ഒരു കാര്യം പറയുന്നതൊക്കെ കേട്ട് പ്രത്യേകിച്ച് മറുപടിയോ അഭിപ്രായങ്ങളോ ഒന്നും പറയാതെ ഗോകുൽ തന്റെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന കണ്ടപ്പോഴേക്കും വീണ്ടും നിർബന്ധിക്കുകയാണ് അവന്തിക. എന്താ സമൃദ്ധ, ഇങ്ങനെ ഒരു കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കെന്നും ഓർമ്മയെ സൂക്ഷിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ നിർബന്ധപൂർവ്വം അങ്ങനെ കുട്ടികൾ കൂടി നിർബന്ധിച്ചപ്പോൾ അർച്ചന അതിന് വഴങ്ങുകയാണ്. ഗോകുലിന് ചോറ് വാരി കൊടുക്കാനായി അർച്ചന തയ്യാറായി. അങ്ങനെ ഒരു ഉരുള കയ്യിലെടുത്ത് അർച്ചന ഗോകുലിന്റെ വായിൽ വെച്ച് കൊടുക്കാനായിട്ട് കൈ ഉയർത്തിയതും പെട്ടെന്ന് അവന്തിക പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാനേ ഇതൊരു ഫോട്ടോ എടുക്കട്ടെ, ഇതൊക്കെ മെമ്മറബിൾ ഫോട്ടോസ് ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവന്തിക ഗോകുലിന് അർച്ചന വാരി കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ കൃത്യമായി തന്റെ മൊബൈലിൽ പകർത്തി. ഈ കാഴ്ച കണ്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന ശശിക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആകെ കലിയോടെ ശശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അർച്ചന വേഗം തന്നെ തനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇറങ്ങി. അർച്ചന വാഷ്റൂമിലേക്ക് പോകുന്ന തക്കം നോക്കി ശശിയും അവിടേക്ക് എത്തുന്നു. എല്ലാവരും പോയതിനു ശേഷം അർച്ചനയുടെ അരികിലേക്ക് ശശി എത്തി. ശശി അർച്ചനയ്ക്ക് അടുത്തേക്ക് എത്തി അർച്ചന എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്നതും അർച്ചന ആകെ ഞെട്ടലോടെ ശശിയെ നോക്കുകയാണ്. ഉടനെ അർച്ചനയ്ക്ക് അരികിലേക്ക് ചെന്ന് ശശി അർച്ചനയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അർച്ചന, ഇത് ഞാൻ തന്റെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ, താൻ എന്നെ മറന്നുപോയോ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിച്ച് ശശി പഴയ ഓർമ്മകൾ അർച്ചനയ്ക്ക് വീണ്ടും കിട്ടുമോ എന്നും അർച്ചന അത് ഓർത്തെടുക്കുമോ എന്ന് അറിയാനായി ശശി വീണ്ടും അർച്ചനയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ അർച്ചനയുടെ ആ പെരുമാറ്റം കണ്ട് ശശി ആകെ ഭയന്ന് അർച്ചന വേഗം തന്നെ ശശിയോട് പറഞ്ഞു, അതെ, ഇനി നിങ്ങൾ എൻ്റെ പിന്നാലെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചത്തുകളയും. അത് കേട്ടതും ശശിക്ക് വല്ലാത്ത ടെൻഷനായി. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും നിന്റെ പിന്നാലെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ്, ഞാൻ നിന്റെ പിന്നാലെ വരുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ഒരിക്കലും നിന്റെ പിന്നാലെ ഞാൻ വരില്ല, ഇന്നത്തോടെ എല്ലാം അവസാനിക്കും എന്ന് പറഞ്ഞ് ശശി തന്റെ മനസ്സിൽ എന്തോ ഒരു കടുത്ത തീരുമാനമെടുത്ത ആ വാശിപ്പുറത്ത് ശശി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും അർച്ചന വേദനയോടെ അവിടെ നിന്ന് ശശിയേട്ടാ എന്ന് ഉറക്കെ വിളിക്കുന്നു. ആ വിളി കേട്ട് ഞെട്ടലോടെ ശശി നോക്കുമ്പോൾ അപ്പുറത്ത് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഗോകുലിനും അവന്തികയ്ക്കും വല്ലാത്ത അങ്കലാപ്പ് തോന്നുകയും അവര് ഞെട്ടലോടെ ആ വാഷ്റൂമിനരികിലേക്ക് ഓടിയെത്തുന്നു.